Dear students, welcome to TOS Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ആയിട്ട് നമ്മളെടുത്ത ക്ലാസ്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, ഇത് 2015 ഡിസംബറിൽ ബി പാർട്ടിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ഒരു കോംപ്ലക്സിൽ റിഡക്റ്റീവ് എലിമിനേഷൻ പെട്ടെന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയാലായിരിക്കും പെട്ടെന്ന് റിഡക്റ്റീവ് എലിമിനേഷൻ നടക്കുക. അവർ 4 ഓപ്ഷൻസ് ആണ് തന്നേക്കുന്നത്. R = CH2, R = CH2PH, R = CH2COPH ആൻഡ് R = CH2CF3. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, റിഡക്റ്റീവ് എലിമിനേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള മെറ്റൽ സെൻറ്റേഴ്സിലായിരിക്കും റിഡക്റ്റീവ് എലിമിനേഷൻ പെട്ടെന്ന് നടക്കുക? ഇങ്ങനെയുള്ളതിലായിരിക്കും. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റൽ സെൻറ്റേഴ്സിലായിരിക്കും റിഡക്റ്റീവ് എലിമിനേഷൻ പെട്ടെന്ന് നടക്കുക. ഓക്കെ, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റൽ സെൻറ്റേഴ്സിൽ റിഡക്റ്റീവ് എലിമിനേഷൻ നടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, അതായത് നമുക്ക് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് വന്നിട്ട് അവർ ഇലക്ട്രോൺസിനെ കൊടുക്കുമ്പോൾ, ഇപ്പം ഇലക്ട്രോൺസിനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, റിഡക്റ്റീവ് എലിമിനേഷൻ നടക്കുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിട്ട് കൂടും? 2 ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് അഡീഷൻ റിഡക്റ്റീവ് എലിമിനേഷൻ നടക്കുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2 കൂടും. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ഡിക്രീസ് ചെയ്യുന്നത്. ഡിക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇലക്ട്രോൺ റിലീസിങ് ആയിട്ടുള്ള ഗ്രൂപ്പ് വരുമ്പോഴല്ലേ ഇലക്ട്രോൺസിനെ കൊടുക്കത്തുള്ളൂ. ആ ഇലക്ട്രോൺസിനെ സ്വീകരിക്കണമല്ലോ മെറ്റൽ സെൻറ്ററിന്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻസ് എടുക്കാൻ പറ്റും? ഒന്നുകിൽ R = CH3 എന്നുള്ളത് പറ്റും, R = CH2PH എന്നുള്ള രീതിയിലും പറ്റും. പക്ഷേ CH3 ആണ് മോർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് കമ്പയർഡ് ടു നമ്മുടെ ആൻസർ എന്താണ്? റിഡക്റ്റീവ് എലിമിനേഷൻ പെട്ടെന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ R ഗ്രൂപ്പ് എന്ന് പറയുന്നത് CH3 ഗ്രൂപ്പ് ആയിരിക്കണം. അപ്പം പെട്ടെന്ന് നടക്കും. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഇത്രയും കൊണ്ട് ഈ സെക്ഷനിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിർത്താം. ഇനി നമുക്ക് അടുത്തൊരു കപ്ലിംഗ് റിയാക്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഹെക്ക് കപ്ലിംഗ്. ഓക്കെ, ഹെക്ക് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ. ആൽക്കൈൽ ഓർ അരൈൽ ഹാലൈഡ്സ് ഓർ ട്രിഫ്ലൈറ്റ്സ്, എന്തുമായിട്ട് കപ്പിൾ ചെയ്യുക? ആൽക്കീനുമായിട്ട് കപ്പിൾ ചെയ്യുക. ഓക്കെ, ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം 0 കാറ്റലിസ്റ്റ് ആൻഡ് ബേസ്. പലേഡിയം 0 കാറ്റലിസ്റ്റിൻ്റെയും ബേസിൻ്റെയും പ്രസൻസിൽ ഒരാൽക്കീൻ ഒരു അരൈൽ അല്ലെങ്കിൽ വിനൈൽ ഹാലൈഡോ ട്രിഫ്ലൈറ്റോ ആയിട്ട് കപ്പിൾ ചെയ്തിട്ട് പുതിയൊരു ആൽക്കീൻ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹെക്ക് കപ്ലിംഗ്. ഓക്കെ, എക്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്? ഹാലൈഡ്സ് ആവാം, ക്ലോറിൻ ബ്രോമിൻ പോലത്തെ ഹാലൈഡ്സ് ആകാം, അതുപോലെ തന്നെ ട്രിഫ്ലൈറ്റ്സ് ആകാം. അതുപോലെ അരൈൽ ഗ്രൂപ്പ്, അതായത് R' എന്ന് പറയുന്ന പാർട്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാകാം? അരൈൽ ഗ്രൂപ്പ് ആവാം, വിനൈൽ ഗ്രൂപ്പ് ആവാം. അതുപോലെ തന്നെ ബീറ്റ ഹൈഡ്രജൻ ഇല്ലാത്ത ഏത് ആൽക്കൈൽ ഗ്രൂപ്പും R' ആയിട്ട് വരാം. ഓക്കെ, ബേസ് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആവണമെന്നില്ല. ട്രൈതൈലമീൻ പോലത്തെ ബേസും നമുക്ക്, ട്രൈതൈലമീൻ എന്ന് പറഞ്ഞാൽ വീക്ക് ബേസാണ്, അതും യൂസ് ചെയ്യാറുണ്ട് ബേസായിട്ട്. അപ്പം നമ്മളെന്താ പറഞ്ഞത്? ഹെക്ക് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കീനും അരൈൽ ഓർ വിനൈൽ ഹാലൈഡ്സ് ഓർ ട്രിഫ്ലൈറ്റ്സ് പലേഡിയം 0 കാറ്റലിസ്റ്റിൻ്റെയും ബേസിൻ്റെയും പ്രസൻസിൽ കപ്പിൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഹെക്ക് കപ്ലിംഗ്. ഓക്കെ, ഇതിൻ്റെ മെക്കാനിസം എന്താണെന്നുള്ളത് നമുക്കിനി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളെന്താണ് പറഞ്ഞത്? പലേഡിയം 0 കാറ്റലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പലേഡിയം 0
അതെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ മെക്കാനിസത്തിനകത്ത് എത്ര ഇലക്ട്രോൺ സിസ്റ്റം ആണെന്നുള്ളതുകൂടെ പറയാറുണ്ട്. അത് മിക്കവാറും എക്സാമിന് നമുക്ക് ചോദിക്കാറുണ്ട്. 14 ഇലക്ട്രോൺ സിസ്റ്റമായിട്ടുള്ള ഒരു പലേഡിയം സോൾട്ടോ കാറ്റലിസ്റ്റോ ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ മെക്കാനിസത്തിൽ. ഓക്കെ, അല്ല സോറി, ഹെക്ക് റിയാക്ഷനിൽ അതെന്ത് ചെയ്യുന്നു? അരയിൽ ഹാലൈഡിൻ്റെ പ്രസൻസിൽ, അരയിൽ ഹാലൈഡ് അല്ലെങ്കിൽ ട്രിഫ്ലൈറ്റിൻ്റെ പ്രസൻസിൽ ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കുമ്പോഴത്തേന് എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം L2 PD R'(X). ഇവിടെ എന്താ, ഈ സിഗ്മ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ബോണ്ട് ഫോം ചെയ്ത് പലേഡിയം 2 കാറ്റലിസ്റ്റ് പലേഡിയം 2 കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതിനുശേഷം ഈ കോംപ്ലക്സിലേക്ക് ആൽക്കീൻ്റെ കാർബോമെറ്റിലേഷൻ നടക്കുന്നു. കാർബോമെറ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഈ കോംപ്ലക്സിൻ്റെ ഒരു സൈഡിലേക്ക് മെറ്റൽ ആഡ് ചെയ്യുന്നു, അതേസമയം ഈ കോംപ്ലക്സിൽ ആൽക്കീൻ്റെ ഒരു സൈഡിലേക്ക് മെറ്റൽ ആഡ് ചെയ്യുന്നു. ഈ കോംപ്ലക്സിലെ മെറ്റൽ, അതായത് ഈ കോംപ്ലക്സിലെ മെറ്റൽ ആൽക്കീൻ്റെ ഒരു പാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആൽക്കീൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആഡ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ കാർബോമെറ്റിലേഷൻ എന്ന് പറഞ്ഞാൽ. ഹൈഡ്രജനാണ്. ഓക്കെ, കാർബോമെറ്റിലേഷൻ നടക്കുമ്പോഴത്തേന് നമുക്ക് എന്ത് കിട്ടുന്നു? അടുത്തൊരു കോംപ്ലക്സ് കിട്ടുന്നു. പലേഡിയത്തിൻ്റെ പാർട്ടാണ്, അതായത് ഇവിടുത്തെ പലേഡിയം കോംപ്ലക്സിലെ ഒരു ആൽക്കൈൽ പാർട്ടെന്ന് പറയുന്നത് ഇതിലേക്ക് ആൽക്കീൻ്റെ ഒരു സൈഡിലേക്ക് ആഡ് ചെയ്യുന്നു, അതേസമയം പലേഡിയം പാർട്ടെന്ന് പറയുന്ന ആൽക്കീൻ്റെ മറ്റൊരു സൈഡിലേക്ക് ആഡ് ചെയ്തിട്ട് പുതിയൊരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്? കാർബോമെറ്റിലേഷൻ എന്ന് പറഞ്ഞാൽ. കാർബോമെറ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആൽക്കീൻ്റെ ഒരു പാർട്ടിലേക്ക് പലേഡിയം മെറ്റലും ആഡ് ചെയ്യുന്നു, മറ്റേ പാർട്ടിലേക്ക് ഈ ആൽക്കൈൽ അല്ലെങ്കിൽ വിനൈൽ പാർട്ട് ആഡ് ചെയ്യുമ്പോഴത്തേന് കിട്ടുന്ന ആ കോംപ്ലക്സ് അല്ലെങ്കിൽ അങ്ങനെ അഡീഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? കാർബോമെറ്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ടല്ലോ, അത് ഇവിടെ ആയിരിക്കും. ആ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അതിൽ നിന്നും ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷൻ നടക്കുന്നു. ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ആ പുതിയ ആൽക്കീൻ നമുക്ക് കിട്ടുന്നതിനോടൊപ്പം തന്നെ പുതിയ ആൽക്കീൻ നമുക്ക് കിട്ടി, അതിനോടൊപ്പം തന്നെ ഹൈഡ്രജൻ ചേർന്നൊരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പലേഡിയം 2 ആണ്, ഹൈഡ്രജൻ X. ഓക്കെ, അതിനുശേഷം അതിൽ റിഡക്റ്റീവ് എലിമിനേഷൻ നടന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ബേസിൻ്റെ പ്രസൻസിലാണ് ആ റിഡക്റ്റീവ് എലിമിനേഷൻ നടക്കുന്നത്. ബേസ് വരുന്നു, ബേസ് വന്നിട്ട് ആ ഹാലൈഡ് പാർട്ടിനെ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള കാറ്റലിസ്റ്റ് കിട്ടുന്നു. ഇതൊരു സ്റ്റാർട്ടിംഗ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന 14 ഇലക്ട്രോൺ കാറ്റലിസ്റ്റ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് 16 ഇലക്ട്രോൺ ആണ് സിസ്റ്റമാണ്. അതുപോലെ ഇത് 60 ഇലക്ട്രോൺ സിസ്റ്റമാണ്. ഓക്കെ, ഇപ്പം ഹെക്ക് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? പലേഡിയം കാറ്റലിസ്റ്റിൻ്റെയും ബേസിൻ്റെയും പ്രസൻസിൽ അരയിൽ ഓർബിനൈൽ ഹാലൈഡ്സോ ട്രിഫ്ലൈറ്റ്സോ എന്തുമായിട്ട് കപ്പിൾ ചെയ്യുന്നു? ആൽക്കീനുമായിട്ട് കപ്പിൾ ചെയ്യുന്നു. കപ്പിൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യും? പുതിയൊരു ആൽക്കീൻ ഫോം ചെയ്യും. അതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ പലേഡിയം 0 കാറ്റലിസ്റ്റ് 14 ഇലക്ട്രോൺ സിസ്റ്റം എന്ന് പറയുന്നത് അരയിൽ ഹാലൈഡ്സ് ഓർ വിനൈൽ ഹാലൈഡ്സ്
ഇതിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കുന്നു? ഒരു 16 ഇലക്ട്രോൺ കോംപ്ലക്സ് ആയിട്ട് ഫോം ചെയ്യുന്നു ബൈ ഓക്സിഡേറ്റീവ് അഡീഷൻ. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഈ സ്റ്റെപ്പിനെ നമ്മൾ എന്താ വിളിച്ചത്? കാർബോമെറ്റിലേഷൻ. ഓക്കെ, കാർബോമെറ്റിലേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഈ പലേഡിയം കോംപ്ലക്സ് എന്ന് പറയുന്നത്, പലേഡിയം കോംപ്ലക്സിൻ്റെ മെറ്റൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? പലേഡിയം L2X എന്ന് പറയുന്ന പാർട്ട് ആൽക്കീൻ്റെ ഒരു സൈഡിലേക്കും അതേസമയം R' എന്ന് പറയുന്ന പാർട്ട് ആൽക്കീൻ്റെ മറ്റേ സൈഡിലേക്കും ആഡ് ചെയ്തൊരു 16 ഇലക്ട്രോൺ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ആ 16 ഇലക്ട്രോൺ കോംപ്ലക്സിൽ നിന്ന് എന്ത് നടക്കുന്നു? ബീറ്റ ഹൈഡ്രേറ്റ് എലിമിനേഷൻ നടക്കുന്നു. ഈ സ്റ്റെപ്പിനെയാണ് നമ്മൾ ബീറ്റ ഹൈഡ്രേറ്റ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ബീറ്റ ഹൈഡ്രേറ്റ് എലിമിനേഷൻ നടന്നിട്ട് ആൽക്കീൻ കിട്ടുന്നതിനോടൊപ്പം തന്നെ ഒരു 16 ഇലക്ട്രോൺ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അത് ബേസിൻ്റെ പ്രസൻസിൽ റിഡക്റ്റീവ് എലിമിനേഷൻ നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ആ 14 ഇലക്ട്രോൺ പലേഡിയം സ്റ്റാർട്ടിംഗ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് കിട്ടുന്നു. ഇതാണ് ഹെക്ക് കപ്ലിംഗ്. ഓക്കെ, ഹെക്ക് കപ്ലിങ്ങിനകത്തുള്ള മെക്കാനിസം ജനറൽ സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഓക്സിഡേറ്റീവ് അഡീഷൻ ഉണ്ട്, കാർബോമെറ്റിലേഷൻ ഉണ്ട്, ബീറ്റ ഹൈഡ്രേറ്റ് എലിമിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? റിഡക്റ്റീവ് എലിമിനേഷൻ ഉണ്ട്. ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ സിസ്റ്റം, കോംപ്ലക്സിൻ്റെ ഇലക്ട്രോൺ സിസ്റ്റം ഏതൊക്കെയാണ്? 14 ഇലക്ട്രോണും 16 ഇലക്ട്രോൺ സിസ്റ്റമാണ് ഫോം ചെയ്യുന്നത്. 16 ഇലക്ട്രോൺ സിസ്റ്റംസ് ആണ് ഉള്ളത്. ഇതുപോലത്തെ ചോദ്യങ്ങളാണ് ഹെക്ക് കപ്ലിങ്ങിൽ സാധാരണ ചോദിക്കുന്നത്. അതുപോലെ ഈ മെക്കാനിസത്തിൻ്റെ ഓർഡർ എന്താണ്, അതുപോലെ തന്നെ എത്ര ഇലക്ട്രോൺ സിസ്റ്റംസ് ആണ് ഇതിനകത്ത് കാണുന്നത്, അതുപോലത്തെ ചോദ്യങ്ങളായിരിക്കും സാധാരണഗതിയിൽ ഇതിൽ ഹെക്കിൻ്റെ കേസിൽ ചോദിക്കാറുള്ളത്. പിന്നെ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അരൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ വിനൈൽ ഹാലൈഡ്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രിപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നതിനകത്ത് ബീറ്റ ഹൈഡ്രജനുള്ള ഇതാവരുത്. ബീറ്റ ഹൈഡ്രജനുള്ളതായാൽ പെട്ടെന്ന് ബീറ്റ ഹൈഡ്രേറ്റ് എലിമിനേഷൻ നടന്നിട്ട് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ബീറ്റ ഹൈഡ്രേറ്റ്സ് ഇല്ലാത്ത ഏത് അരൈൽ ഹാലൈഡ്സ്, വിനൈൽ ഹാലൈഡ്സ്, ട്രിപ്ലേറ്റ്സ് ഒക്കെ യൂസ് ചെയ്താൽ ഹെക്ക് കപ്ലിംഗ് നടക്കും. ഓക്കെ, ഇത് ക്ലൈഡിനെ കണ്ട 1-2 എക്സാമ്പിൾസാണ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. ജസ്റ്റ് നമ്മൾ പറഞ്ഞ മെക്കാനിസം വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത്. ചില കേസുകളിൽ ക്ലൈഡിൽ തന്നിരിക്കുന്ന അതേ ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് എക്സാമിന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ ജസ്റ്റ് ഇത് പറഞ്ഞത് എഴുതിയെടുത്തല്ലോ. ഇനിയിപ്പം തിരിച്ച് നമുക്ക് കാർബോമെറ്റിലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് പോകാം. എന്താണ് നമ്മൾ പറഞ്ഞത്? കാർബോമെറ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കീൻ്റെ ഒരു ഭാഗത്തോട്ട് ഈ R' പാർട്ട് വന്ന് അറ്റാക്ക് ചെയ്യുകയും അതേപോലെ തന്നെ വേറൊരു പാർട്ടിലേക്ക് എന്ത് വന്ന് അറ്റാക്ക് ചെയ്യുന്നു? പലേഡിയത്തിൻ്റെ അല്ലെങ്കിൽ മെറ്റലിൻ്റെ പാർട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. നമ്മുടെ കോംപ്ലക്സ് ഇതാണ്, L2 പലേഡിയം. L2 പലേഡിയം, R' X എന്ത് പറ്റുന്നു? ആൽക്കീൻ്റെ പ്രസൻസിൽ ഒരു പാർട്ടിലേക്ക് എന്ത് പോകുന്നു? ഒരു പാർട്ടിലേക്ക് പലേഡിയത്തിൻ്റെ PD L2X എന്ന് പറയുന്ന പോർഷനും ഒരു പാർട്ടിലേക്ക് R' എന്ന് പറയുന്ന പോർഷനും പോകുന്നു. ഇത് നമുക്ക് ശ്രദ്ധിച്ചാലറിയാം, 2 പോസിബിലിറ്റി ഉണ്ട്. R' എന്ന് പറയുന്ന പാർട്ട് 2 സൈഡിലേക്ക് അറ്റാക്ക് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഇത് ടെർമിനൽ പൊസിഷൻ, ഈ ആൽക്കീൻ്റെ ടെർമിനൽ പൊസിഷനിലേക്കാണ് R' അറ്റാക്ക് ചെയ്യുന്നത്, ടെർമിനൽ അറ്റാക്ക് എന്ന് പറയും. അതേസമയം ഈ നടുക്കത്തെ ഭാഗത്തോട്ട് ഇൻറ്റേർണൽ പാർട്ടിലേക്കാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇൻറ്റേർണൽ അറ്റാക്ക് എന്ന് പറയും. അപ്പം 2 ടൈപ്പ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പോസിബിളാണ് ഹെക്കിൻ്റെ കേസിൽ. ഒന്ന് ഏതാണ്?
ഇവിടെ ഒരു ആർ ഡാഷ്, ഇവിടെ ആർ ഡാഷ് വരുന്നു, ഇവിടെ വന്നിട്ട് പലേഡിയം L2X എന്ന് പറയുന്ന പാർട്ട് വരുന്നു. അതൊരു പോസിബിലിറ്റി. ഇവിടെ ഒരു കാർബൺ ആണേ, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മളിങ്ങനെ കൊടുക്കുന്നു, ഇവിടെ വന്നിട്ട് ആർ ഡാഷ് അറ്റാക്ക് ചെയ്യുന്നു, പലേഡിയം L2 എന്ന് പറയുന്ന പോർഷൻ പലേഡിയം L2X എന്ന് പറയുന്ന പോർഷൻ ഈ സൈഡിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. ഈ അറ്റാക്കിനെ നമ്മൾ പറയുന്നതാണ് ടെർമിനൽ അറ്റാക്ക് എന്നും, അതേസമയം ഇതിനെ നമ്മൾ പറയുന്നതാണ് ഇൻറ്റേർണൽ അറ്റാക്ക് എന്നും. ഓക്കെ, ടെർമിനൽ അറ്റാക്ക് വെച്ച് വരുമ്പോഴത്തേക്ക് ഒരു പ്രോഡക്റ്റും ഇൻറ്റേർണൽ അറ്റാക്ക് വെച്ച് വരുമ്പോഴത്തേന് വേറൊരു പ്രോഡക്റ്റും ആയിരിക്കും ഹെക്ക് കപ്ലിങ്ങിൽ കിട്ടുക. ടെർമിനൽ അറ്റാക്ക് എപ്പോഴാണ് പോസിബിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ് വരുന്നതെങ്കിൽ, എസ്റ്റർ പോലുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ് വരുന്നതെങ്കിൽ, ഈ ആൽക്കൈൻ പാർട്ടിൽ എസ്റ്റർ പോലുള്ള ഇവിടെ പറയാം, ഈ ആൽക്കൈൻ പാർട്ടിൽ എസ്റ്റർ പോലുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആർ ഡാഷ് എന്ന് പറയുന്നത് ഏത് പൊസിഷനിൽ അറ്റാക്ക് ചെയ്യും, ടെർമിനൽ പൊസിഷനിൽ അറ്റാക്ക് ചെയ്തിട്ട് ഈ ടൈപ്പ് പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക, അല്ല ഈ ടൈപ്പ് ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതേസമയം ഈതർ പോലത്തെ കേസാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ്, ഇതർ പോലത്തെ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് ആണ് വരുന്നതെങ്കിൽ ഈ ടൈപ്പ് പ്രോഡക്ട്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഏത് ടൈപ്പാണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും ഈ ടൈപ്പ് പ്രോഡക്റ്റ് കിട്ടുന്നത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പുമാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതിനെ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് ഞാൻ കാണിക്കാം. അതായത് ഇപ്പം നമുക്ക് സപ്പോസ് ഇങ്ങനൊരു ട്രിപ്ലേറ്റും ഒരു ഈതറും ഒരു ആൽക്കീൻ ഈതറും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അറ്റാക്ക് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഏത് ടൈപ്പ് ആയിരിക്കും, ഇതിനാണെങ്കിൽ ഏത് ടൈപ്പ് എന്നായിരിക്കും നമ്മൾ പറഞ്ഞത്, ഈ ടൈപ്പ് ഒരു കോംപ്ലക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. OH ഇവിടെ നിൽക്കും, അറ്റാക്ക് ഇങ്ങനെ ആയിരിക്കും. L2 പലേഡിയം X. ഇവിടുന്ന് ഹൈഡ്രജൻ വന്നിട്ട് എലിമിനേറ്റ് ചെയ്തിട്ട് ഈ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, പോകുന്നു. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടുന്നു, ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷൻ. അതാണ് ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷൻ നടന്നിട്ട് എന്ത് കിട്ടുന്നു, ഇങ്ങനെ ഒരു ആൽക്കീനായിരിക്കും നമുക്ക് കിട്ടുക. OET ഇവിടെ ആയിരിക്കും. ഓക്കെ, ഇൻറ്റേർണൽ ആൽക്കീൻ കിട്ടും. ഇൻറ്റേർണൽ ആൽക്കീൻ അല്ല, ഇൻറ്റേർണൽ അറ്റാക്ക് വഴി ഒരു പ്രോഡക്റ്റ് കിട്ടി. അതേസമയം ഇതേ കേസിൽ തന്നെ നമുക്ക് ഇപ്പോൾ സപ്പോസ് എസ്റ്റർ ഗ്രൂപ്പാണ് വരുന്നതെന്ന് നോക്കാം, വരുന്നത് വിചാരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതേ കേസിൽ തന്നെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞത്, അറ്റാക്ക് നടക്കുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ വരും, പലേഡിയം L2X. ഇതേത് പാർട്ട് വരും, ഇവിടെ ഏതാണ് പാർട്ട് വരുന്നത്, ഇങ്ങനെ ഒരു പാർട്ട് വരുന്നു അല്ലേ.
ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പം കിട്ടുന്ന പ്രോഡക്റ്റ് കണ്ടോ, ഡിഫറൻസ് ഇതാണ്. അപ്പം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞത്, ടെർമിനൽ ആർ ഗ്രൂപ്പിൻ്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ R' ഗ്രൂപ്പിൻ്റെ അറ്റാക്ക് എന്ന് പറയുന്നത് ടെർമിനൽ പാർട്ടിലേക്കും, അതുപോലെ തന്നെ പലേഡിയത്തിൻ്റെ അറ്റാക്ക് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പാർട്ടിലേക്കുമായിരിക്കും. അതേസമയം എന്താണ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ R' അറ്റാക്ക് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പാർട്ടിലേക്കായിരിക്കും. ഓക്കെ, R' അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ പാർട്ടിലേക്കായിരിക്കും. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഹെക്ക് കപ്ലിങ്ങിനെ കുറിച്ചുള്ളത് ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. ഇതുകൂടാതെ കുറച്ച് 1-2 കപ്ലിങ്ങുകൾ, സ്റ്റിലെ കപ്ലിങ് സാധാരണഗതിയിൽ സ്റ്റിലെ എന്ന് പറഞ്ഞാൽ ഒരു കപ്ലിംഗ് റിയാക്ഷൻ ഉണ്ട്, ഓർഗാനിക് ടിൻ കോമ്പൗണ്ട്സ് വെച്ചിട്ടുള്ള കപ്ലിംഗ്. അതുപോലെ തന്നെ വേറെ കുറച്ച് സൊണാഗാഷ് അതുപോലത്തെ കുറച്ച് കപ്ലിംഗ് റിയാക്ഷൻസും ഉണ്ട്. അതിൻ്റെ സ്റ്റിലയുടെയും കൂടെ നമ്മൾ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്തു പോകും. ആ കേസിൽ എന്ന് വെച്ചാൽ സ്റ്റിലയുടെ കേസിൽ മെക്കാനിസം ചോദിച്ചിട്ടുണ്ട്. ബാക്കി കുറച്ചേറെ കപ്ലിംഗ് റിയാക്ഷൻസ് ഉണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയലും കാറ്റലിസ്റ്റും പ്രോഡക്റ്റും എന്താണെന്ന് മാത്രം പറഞ്ഞ് പോകാം. ഓക്കെ, അത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. സാധാരണഗതിയിൽ നമുക്ക് കൂടുതലായിട്ട് കണ്ടേക്കുന്നത് സുസുക്കി കപ്ലിങ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടേക്കുന്നത് സുസുക്കി കപ്ലിംഗ് ആണ്. അതിനുശേഷം ഹെക്കും പിന്നെ അതുപോലെ തന്നെ സ്റ്റിലെ കപ്ലിങ്ങും കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള കപ്ലിംഗ് എന്താണെന്നുള്ളത് പഠിച്ചിരിക്കണം. ഏത് കാറ്റലിസ്റ്റ് വരുമ്പോഴാണ്, ഏതൊക്കെയാണ് സ്റ്റാർട്ടിങ് മെറ്റീരിയലൈറ്റ്സ് വരുന്നത്, പ്രോഡക്റ്റ് ഏതായിരിക്കും കിട്ടുന്നത് എന്നുള്ളത്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അത് അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് നമ്മൾ നിർത്താം. ഓക്കെ, ഇത് റിലേറ്റ് ചെയ്തിട്ട് എക്സാം ഉണ്ടാവും. അതിനിപ്പം ഈ തിങ്കളാഴ്ച ഏതായാലും ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവുമല്ലോ തിങ്കളാഴ്ച. അതിനുശേഷം ആയിരിക്കും ഇതെല്ലാം കൂടെ ചേർത്ത് ക്രോസ് കപ്ലിംഗ് റിയാക്ഷൻസിൻ്റെ സെക്ഷൻ എല്ലാം കൂടെ ചേർത്ത് കുറച്ച് എക്സാമ്പിളും കുറച്ച് ക്വസ്റ്റ്യൻസ് അസൈൻമെൻ്റ് ആയിട്ട് തരാം. ഇന്ന് നമുക്ക് ഇത്രയും കൊണ്ട് നിർത്താം. ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിൻ്റെ അതുപോലെ നമ്മൾ വാട്സപ്പിൽ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഏത് വർഷമാണ് ചോദിച്ചേക്കുന്നത് അതിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷനും ആൻസറുമായിട്ട് ജസ്റ്റ് വാട്സപ്പിൽ ഞാനൊന്ന് ഫോട്ടോ എടുത്ത് അയച്ചേക്കാം. അപ്പം നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ ക്രോസ് കപ്ലിങ്ങിൻ്റെ ബാക്കി പോർഷൻ കൂടെ ചേർത്തിട്ട് ക്രോസ് കപ്ലിങ് നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു.